എന്തൊക്കെയായിരുന്നു പൂക്കിച്ചിരി എന്ന് പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളുടെ വി ഡി സതീശനെ ആക്രമിക്കുന്ന ഒരു പറ്റം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പൂക്കിച്ചിരി അല്ലെങ്കിൽ യുവാക്കളോടൊപ്പമുള്ള അതിനെയായിരുന്നല്ലോ ഏറ്റവും കൂടുതലും എടുത്തു കാണിച്ചത്. അപ്പോൾ വി ഡി സതീശന് ഈ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഇലക്ഷന് മുമ്പിട്ട് അദ്ദേഹം മാധ്യമങ്ങൾ കൊടുത്തൊരു ബൈറ്റിലാണ് പറയുന്നത്, കുട്ടികളല്ലേ, അപകടമല്ലാത്ത മോഡിഫിക്കേഷൻ അവർ ചെയ്യട്ടെ. അപ്പോൾ അത് വലിയ രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതാണ് ആ തെരഞ്ഞെടുപ്പുകളിൽ. പക്ഷേ അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശൻ യുവാക്കളെ വഞ്ചിച്ചു, യുവാക്കളെ പറ്റിച്ചു വിട്ടു, പൂക്കിച്ചിരി എവിടെ പോയി പൂക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന ഒരുപാട് ആളുകളെ കാണാം. യഥാർത്ഥത്തിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ലേ? 2 മാസമായ ഒരു സർക്കാരിനെ ഇങ്ങനെ വിലയിരുത്താമോ? വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പ്രധാനമായും അവർ പറഞ്ഞു വെച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ മോഡിഫിക്കേഷൻ കൊണ്ടുവരും എന്നുള്ളതായിരുന്നു. അത് യുവജനങ്ങളെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ആ സ്വാധീനം വോട്ടായി മാറിയിട്ടുമുണ്ട്. എന്നാൽ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ യുവജനങ്ങൾക്കൊരു മടുപ്പുണ്ടാകുന്നു. അത് കാണുമ്പോൾ ഇതൊക്കെ സ്ഥിരം ഇവിടെ ഉള്ള കാര്യങ്ങളല്ലേ, ഇവിടെ ടയറിന് കാറ്റടിക്കാം, അല്ലെങ്കിൽ പുതിയ സീറ്റ് ഇടാം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഇവർ ആഗ്രഹിച്ചിരുന്നത്. അതാരാണ് സൃഷ്ടിച്ചത്? കേരളത്തിലെ മാധ്യമങ്ങളാണ് സൃഷ്ടിച്ചത്. ഒരു സർക്കാർ അധികാരമേറ്റിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോട് പറയുകയാണ് അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ എന്തൊക്കെയാണ്, അന്വേഷിച്ചതിന് ശേഷം റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകുന്നു. ആ റിപ്പോർട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പുറത്തേക്ക് വിട്ടത്. ഇതൊക്കെയാണ് അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് കുറേ ആളുകൾ ഇതാണോ, അത് സീറ്റ് കവർ വെക്കുന്നതാണോ മോഡിഫിക്കേഷനൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് നടന്നത്? ഈ 10 വർഷക്കാലമായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്നത് അപകടം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റ് ബസ്സുകൾക്കൊക്കെ വെള്ള പെയിന്റ് അടിച്ചാൽ മതി. ഇതായിരുന്നു 10 വർഷക്കാലമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് കേരളത്തിലേക്ക് പുതിയ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു സർക്കാരിനെ അധികാരത്തിലേൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സർക്കാരിന് സമയം കൊടുക്കണ്ടേ? 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് ജനങ്ങളോട് ചോദിക്കുകയാണ് എന്തൊക്കെ മോഡിഫിക്കേഷനാണ് വേണ്ടത്, മോഡിഫിക്കേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് ജനങ്ങളോട് ചോദിക്കുകയാണ്. 10 ദിവസം കൊടുത്തിരിക്കുകയാണ്, ജനങ്ങൾക്ക് മറുപടി പറയാം. അതല്ലേ ജനാധിപത്യം? ഇവിടെ ജനങ്ങളോട് ചോദിക്കുന്നതൊക്കെ ഓക്കെ, ഞാൻ അതല്ല ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഒരു സർക്കാർ ഒരു വാഗ്ദാനം ഞങ്ങൾ വന്നാൽ ഇങ്ങനെ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ, ഇപ്പൊ പ്രിയദർശിനിയുടെ കാര്യം പറയാം, അല്ലപ്പോൾ ഈ ഒരു വകുപ്പിന്റെ കാര്യം, ഇപ്പോൾ ഈ മോഡിഫിക്കേഷന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ വന്നാൽ ഇത് ഇങ്ങനെ കൊണ്ടുവരും എന്നുള്ള ഒരു കാര്യം അവർ പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മളുടെ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരണമൊക്കെ ഇദ്ദേഹത്തിന് നേരത്തെ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് വേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു വയ്ക്കാൻ, ഞങ്ങൾ വന്നാൽ ഇങ്ങനെ ചെയ്യും. കാരണം ഇത് നമ്മളുടെ സുപ്രീം കോടതി വിധി പ്രകാരം, അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് പ്രകാരം ഒരു സ്ഥാപനം ഇറക്കുന്ന ഒരു വാഹനത്തിന്റെ അതിൻ്റെ ഉടമ ഇറക്കുന്ന അത് ഒരുപാട് വിദഗ്ധരെ കൊണ്ട് പരിശോധിച്ചതിനും ഒരുപാട് ചെക്കുകൾ ചെയ്തതിനും ശേഷമാണ് ആ ഒരു വണ്ടി ഇറക്കുന്നത്. അത്തരം ഒരു വാഹനത്തിന് എങ്ങനെയാണ് പുതിയതായിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത്? അത് ഇന്ത്യൻ നിയമത്തിന്റെ മോഡിഫിക്കേഷൻ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ GST കൊടുത്തിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് എന്തിനാണ്? അത് അങ്ങനെ ഉപയോഗിക്കാനല്ലത്. ഇത് അപകടകരമായി യൂസ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും അപകടകരമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ അല്ല, ഇപ്പൊ മോഡിഫിക്കേഷൻ സാധനങ്ങൾ കേരളത്തിലേക്ക്, ഇതിന് GST കേന്ദ്ര സർക്കാരിന് ചുമത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും കൊടുത്തിട്ടാണ് ഈ സാധനങ്ങൾ ഇവിടുത്തെ ഷോപ്പുകളിൽ വിൽക്കുന്നത്. അപ്പോൾ വാങ്ങിക്കുന്ന ആളുകളാണോ മണ്ടന്മാർ, വിൽക്കുന്ന ആളുകളാണോ മണ്ടന്മാർ, അതോ ഇതിന്റെ GST വാങ്ങിക്കുന്ന, ഇതിന്റെ നികുതി വാങ്ങിക്കുന്ന ആളുകളാണോ മിടുക്കന്മാർ? ആരാണ്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഈ സർക്കാർ അധികാരമേറ്റിൽ 2 മാസമായിട്ടുള്ളൂ, 2 മാസമല്ലേ ആയിട്ടുള്ളൂ. അതെ, അവരുടെ അജണ്ടകൾ എന്തൊക്കെയായിരുന്നു? ഈ സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി ആയിരുന്നു, 5 ഇന്ദിരാ ഗ്യാരണ്ടികളായിരുന്നു. അതിനാണ് സർക്കാർ ആദ്യമേ മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. വി ഡി സതീശൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു, ഇപ്പോ എന്താണ് മോഡിഫിക്കേഷന്റെ കാര്യത്തിൽ ഒരു സർക്കാർ അധികാരത്തിലേറ്റിട്ടുള്ളേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് എവിടെ പോയി നിൽക്കുമെന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത്. എല്ലാം കൂടെ ഒറ്റയടിക്ക് നടത്താനാണെങ്കിൽ ഒരു സർക്കാരിന് സമയം കൊടുക്കണ്ടേ? ഒരു സാധനം പഠിക്കാതെ എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പോൾ പ്രിയദർശിനി പദ്ധതി തന്നെ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യഘട്ടമാണ് നടക്കുന്നത്. 3 മാസം, അതായത് 3 മാസക്കാലം ഈ ബസ്സുകൾ യാത്ര ചെയ്തത് പോയതിനു ശേഷം അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് 2ാം ഘട്ടത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താണ്? വി ഡി സതീശൻ എല്ലാവരെയും പറ്റിച്ചു, ജനങ്ങളെ പറ്റിച്ചു.
ഇവിടെ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പ്രിയദർശിനി എന്ന പദ്ധതി കൊണ്ടുവരും എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ KSRTC എന്ന ഒരു സ്ഥാപനം ഇപ്പൊ നമ്മൾ ധവളപത്രം തന്നെ അദ്ദേഹം ഇറക്കിയതാണ്. അദ്ദേഹം തന്നെയാണ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ധവളപത്രത്തിൽ തന്നെ പറയുന്നത് 3 പ്രധാന സ്ഥാപനങ്ങൾ, പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെന്നാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ആണ്, രണ്ടാമത്തത് വാട്ടർ അതോറിറ്റി, മൂന്നാമത്തേത് KSRTC ആണ്. അപ്പൊ ഈ KSRTC അത്രയും നഷ്ടത്തിലായ KSRTCയിലാണ് ഇവരെങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? KSRTC ഇത്രയും വർഷമായിട്ട് നഷ്ടത്തിൽ തന്നെയായിരുന്നു, എന്നിട്ട് KSRTC വിറ്റോ? ഇത് സൗജന്യ യാത്ര എങ്ങനെ കൊടുക്കാൻ പറ്റും? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവരുടെ ഈ KSRTCക്ക് എല്ലാ വർഷവും 10, 800, 1000 കോടി എല്ലാ സർക്കാരുകളും കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നൊരു 1000 കോടി അധികം കൊടുത്താൽ മാത്രം മതി ഈ പദ്ധതി നടത്താൻ. ഈ പദ്ധതിയിലൂടെ എങ്ങനെ പണം കണ്ടെത്തും അതും സർക്കാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സർക്കാരിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ ഈ ബസ്സുകളിൽ KSRTC ബസ്സുകളിലുള്ള പരസ്യം, KSRTC സ്റ്റാൻഡുകൾ, ബസ്സിൽ നിന്ന് മാത്രമല്ലെന്നേ വരുമാനം, മറ്റുള്ള ഇടങ്ങളിൽ നിന്നും കൂടെ വരുമാനം കണ്ടെത്താൻ കഴിയണമെന്നാണ് സർക്കാർ പറയുന്നത്. സർക്കാർ അതേപോലെ തന്നെ പുതിയ പ്ലാനുകൾ, ഇപ്പോൾ KSFUമായി ബന്ധപ്പെട്ട് പിങ്ക് ചിട്ടികൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ VD സതീശൻ പറഞ്ഞതിനകത്ത് ഇപ്പോൾ എക്കണോമിസ്റ്റുകളോട് ചോദിക്കുമ്പോൾ അവരെന്താണ് പറയുന്നത്? ഈ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് കയ്യിൽ പണം വരുന്നതാണ്. അവരെ സംബന്ധിച്ച് അവരുടെ കയ്യിലേക്ക് ദൈനംദിന ജീവിതത്തിൽ അവരുടെ യാത്രകളും മറ്റു കാര്യങ്ങളും, ഇപ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്ന ആളുകളാണ്. ഒരു ദിവസം 20 രൂപ 30 രൂപ 10 രൂപയെങ്കിലും സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ? സാധാരണപ്പെട്ട ആളുകളെ സംബന്ധിച്ച് കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ലാതെ ജോലിക്ക് പോകുന്ന ആളുകൾ എനിക്കറിയാം. രാവിലെ അപ്പുറത്തെ വീട്ടിൽ നിന്നും ഇപ്പുറത്തെ വീട്ടിൽ നിന്നും കടം വാങ്ങിച്ചിട്ട് ജോലിക്ക് പോകുന്ന ആളുകൾ. ഈ STയുടെ കാര്യം പറയുമല്ലോ, ഈ ST കൊടുക്കാൻ വേണ്ടിയിട്ട് 5 രൂപ 10 രൂപ തന്നെ രാവിലെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ എനിക്കറിയാം. ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും പറയും STക്ക് 10 രൂപ കൊടുക്കുന്നതിന് എന്തോ കുഴപ്പമെന്ന്, എല്ലാവരുടെയും കയ്യിലുള്ളതല്ലേ എന്ന്. അല്ല, പലരുടെയും കുടുംബത്തിൽ ഈ സാധനങ്ങളില്ല. ഈ ജോലിക്ക് പോകുന്ന ആളുകളുടെ ഇടയിലാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് അവരുടെ വീട്ടിലേക്ക് അവർക്ക് മരുന്ന് വാങ്ങാനോ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാനോ അവർക്ക് സേവ് ചെയ്ത് വെക്കാനോ, ഇപ്പോൾ VD സതീശൻ തന്നെ അങ്ങോട്ട് ആളുകളോട് പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന പൈസ നിങ്ങളത് സേവ് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. ഒരു ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിന് അതിൽ കൂടുതൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പൊ സ്ത്രീ പങ്കാളിത്തം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറ്റിട്ട് പെൻഷൻ കഴിഞ്ഞ 5 കൊല്ലം മുമ്പിട്ട് പെൻഷൻ 2000 ആക്കുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് സർക്കാർ പോകുന്നതിന് 1 മാസം മുമ്പിട്ട് പെൻഷൻ തുക 2000 ആക്കി കൂട്ടിയത്? അതുവരെ അവർക്ക് എന്താ കഴിയാതെ പോയത്? അപ്പോൾ VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ എല്ലാ പദ്ധതികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ജനങ്ങളോടാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ E20 പെട്രോൾ വന്നു. ഈ വാഹനങ്ങൾക്കൊക്കെ കേടുപാടുണ്ടാകുമെന്ന് പറയുന്ന റിപ്പോർട്ടുകൾ വരുന്നു. ജനങ്ങളോടൊരു വാക്കെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇത് ജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പഠിച്ചിട്ടുണ്ടോ? ഒരു സർക്കാരിനെ സംബന്ധിച്ച് പുതിയൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ഉൽപ്പന്നം കൊണ്ടുവരുമ്പോൾ അത് അവരുടെ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പഠിച്ചിട്ട് വേണ്ടേ കൊടുക്കാൻ. ഏതൊരു സംവിധാനമാണെങ്കിലും നമ്മൾ നികുതി കൊടുക്കുന്നതല്ലേ. 10-15 വർഷത്തെ റോഡ് ടാക്സും മറ്റു കാര്യങ്ങളും അടച്ചതിന് ശേഷമല്ലേ ഓരോ വർഷവും ഇൻഷുറൻസും ടാക്സുമായിട്ട് നമ്മൾ എത്ര രൂപയാണ് വാഹനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്? ഇവിടെ പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ചാൽ രാഹുൽ, അതല്ല പ്രശ്നം. ഇവിടെ പൊതുനിരത്തിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങൾ, ഇത്തരം മോഡിഫിക്കേഷൻ വഴി പൊതുനിരത്തിൽ ഇറക്കുന്ന വാഹനങ്ങൾക്ക് ഇവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ. നമ്മളുടെ കേരളത്തിലെ റോഡുകൾക്ക് ഒരു പരിചിതമായ വണ്ടികളല്ല നമ്മളുടെ പൊതുനിരത്തിൽ ഇറങ്ങുന്നത്. അപ്പോൾ അത്തരം വണ്ടികൾ ഇറങ്ങുമ്പോൾ ഈ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഇവർ ഈ റോഡിലേക്ക് വണ്ടി ഇറക്കുകയാണ്. ഇവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഇവർക്ക് എങ്ങനെയാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്? VD സതീശൻ പറഞ്ഞത് എന്താണ്? ഇവിടെയാണ് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. VD സതീശൻ പറഞ്ഞത് അപകടകരമല്ലാത്ത മോഡിഫിക്കേഷനുകൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പൊ എന്തിനാണ് അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നത്? ഇപ്പൊ ഒരു ഇത് വിളിച്ചിട്ടുണ്ടല്ലോ, ഈ കാര്യങ്ങളെ ജനങ്ങൾക്ക് പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ജനങ്ങൾ പറയുന്നതിൽ ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അപകടം നിറഞ്ഞാണെങ്കിലോ? ഞാൻ ചോദിക്കുന്നത് അതാണ്. ഇപ്പോൾ ഇവർ പറയുന്ന കാര്യം ഇവർക്ക് സസ്പെൻഷൻ വെക്കണം. പിന്നെ എന്തിനാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ? അവര് പഠനവുമായിട്ട് ജനങ്ങളോടാണ് ചോദിക്കുന്നത്.
അത് ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. ജനങ്ങളോട് നിങ്ങൾ ഏത് തരത്തിലുള്ള മോഡിഫിക്കേഷൻ ആണ് ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് മോഡിഫിക്കേഷനിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. കാരണം കാലഘട്ടം, അതായത് എത്ര കാലം മുമ്പിട്ടുള്ള നിയമങ്ങളാണ് ഇതെല്ലാം ഉള്ളത്, എത്ര കാലം മുമ്പിട്ടുള്ളതാണ്. കേന്ദ്ര നിയമമാണെങ്കിൽ പോലും എത്ര കാലം മുമ്പിട്ടുള്ളതാണ്. ഇതെല്ലാം പരിഷ്കരിച്ചിട്ടുണ്ടോ? നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഇപ്പോൾ 2026 ഓട്ടോമേറ്റഡ് കാറുകൾ പോകുന്ന കാലഘട്ടമാണ്. AI കാറുകൾ പോകുന്നതാണ്. ഡ്രൈവർ വേണ്ടാതെ വണ്ടി തന്നെ പോകും. ആ കാലഘട്ടത്തിൽ ജീവിക്കുമെന്ന നമ്മളോടാണ് പഴയ കാലത്തെ 1990കളിലെ നിയമവുമായിട്ട് വരുന്നത്. അപ്പോൾ നിയമങ്ങളിൽ പരിഷ്കരണം വേണ്ടേ? ആ നിയമങ്ങളിൽ പരിഷ്കരണം വേണമെങ്കിൽ അതിനെപ്പറ്റി പഠിക്കണം. അത് കേന്ദ്ര സർക്കാർ പഠിക്കണം, മറ്റുള്ള സംസ്ഥാന സർക്കാരുകൾ പഠിക്കണം. അപ്പോൾ ഒരു സർക്കാർ അവിടുത്തെ യുവാക്കളുടെ മനസ്സറിഞ്ഞുകൊണ്ട്, ആ നാട്ടിലെ യുവാക്കളാണല്ലോ വാഹനങ്ങൾ സ്നേഹിക്കുന്നത്. യുവാക്കൾ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. ഏത് ഏജ് കാറ്റഗറി എടുത്തു കഴിഞ്ഞാലും വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വാഹനങ്ങളെ ഭയങ്കര ഇഷ്ടമായിരിക്കാം. അപ്പോൾ ആ ഇൻഡസ്ട്രിയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലായിരുന്നില്ലേ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട്. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ള പെയിന്റുകൾ, സ്റ്റിക്കർ അടിക്കാൻ പാടില്ല, ഒന്ന് കാക്ക തൂറിയിട്ടാൽ പോലും 500 രൂപ പെറ്റി. ആ രീതിയിൽ പൊക്കോണ്ടിരുന്നതെന്ന് വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ വേണ്ടേ? ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നതിന് എത്ര രൂപയായിരുന്നു കമ്മീഷൻ വരുന്നത്? അതെല്ലാം കുറച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വലിയ മാറ്റങ്ങളാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നത്, വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നത്. അതാദ്യം മനസ്സിലാക്കുക. അതാണ് ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പൊ സാധാരണ യുവജനങ്ങൾ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു വാഹനം എന്തൊരു നാനോ കാർ, ബെൻസ് കാർ പോലെ ആക്കുന്നതാണോ ഏറ്റവും വലിയ? ഞാൻ ചോദിക്കുന്നത്, ഒരു വണ്ടിയില് JB വെക്കുക, ഒരു ഓട്ടോയില് ഒരു 3 ബോക്സ് വെക്കുകയാണെന്ന് വെക്കുക. ഈ ഓട്ടോ പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, നല്ല അടി ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് ഒരാൾ അതുവഴി നടന്നു പോവുകയാണെങ്കിൽ, അത്യാവശ്യം പ്രായമുള്ള ഒരാളാണ്, ഒരു മേജർ അറ്റാക്ക് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വയോധികനാണെങ്കിൽ, അയാളുടെ ശാരീരിക നില ഇത് ബാധിക്കില്ലേ? ഈ രാത്രിയൊക്കെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പലപ്പോഴും റോട്ടിൽ കൂടെ വലിയ വാഹനങ്ങൾ. പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു വിഷയം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതിന് നിയമങ്ങളുണ്ട് കൃത്യമായിട്ട്. ഇത്ര ഡെസിബലിൽ കൂടുതൽ സൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല. അത് കൃത്യമായിട്ട് നിയമങ്ങളിലുണ്ട്. ഇത് നമ്മൾ വെറുതെ അങ്ങ് ചിന്തിച്ചു കൂട്ടുകയാണ്. സർക്കാരിനും ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കും എല്ലാം കൃത്യമായിട്ട് അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്തത്. അത് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ കോമൺ സെൻസ് എന്ന് പറയുന്നത്.